आज की हिंदी कक्षा में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. मुंशी प्रेमचंद, उनके प्रसिद्ध कहानी ईदगाह. पिछले कक्षा में हम हामिद और उनके दोस्त ईदगाह की ओर जा रहे थे. जब वो शहर में पहुंचा तब सड़क के दोनों किनारे बड़े बड़े इमारतें है, अदालत है, कॉलेज है, क्लब घर है. क्लब घर में बड़े बड़े साहब लोग और उनके मेमे खेलने आते हैं और अपने अपने अम्मी जान के संबंध में दोस्तों के बीच बातें हो रहे थे कि जब वो भेंट पकड़ेंगे तो घुमाते ही लुढ़क जाएंगे और जिस तरह वो सैकड़ों गड्ढे पानी रोज़ निकालती हैं, उसी तरह बड़े बड़े साहब के स्त्रियां यानी पत्नियां नहीं ले सकते. इतना ही पिछले कक्षा में हमने पढ़ा. चलते हैं आगे की ओर. वे आगे चल हलवाइयों की दुकानें शुरू हुई. हामिद और उनके दोस्त गांव से चलकर शहर पहुंच गया और शहर से आगे चलकर हलवाइयों की दुकानें शुरू हुई. सब लोग ईदगाह की ओर चलते हैं. എല്ലാവരും ഈദ്ഗാഹിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹാമിദും അവൻ്റെ സുഹൃത്തുക്കളും ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി നഗരത്തിലെത്തി. അവിടെ നിന്ന് അലുവ വിൽക്കുന്ന ബേക്കറി കടയിലെത്തി. ഇപ്പോൾ അവർക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് അലുവ വിൽക്കുന്ന കടകളാണ്. आज खूब सजी हुई थी. ईद है ना, इसलिए सब कुछ സജി हुई है. എല്ലാം അലങ്കരിച്ചിട്ടുണ്ട് വളരെ നന്നായിട്ട്. കാരണം ഈദല്ലേ, പെരുന്നാളാണല്ലോ. इतनी मिठाई हम कौन खाता है. हामिद सोचता है कि ഇത്രയ്ക്കും മിഠായികളൊക്കെ ആര് കഴിക്കാനാണ്. അത്രയേറെ മിഠായികളാണ് കടകളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. देखो ना, एक एक दुकान पर मानो होंगी. ഓരോ കടകളിലും അളവിനനുസരിച്ച്, മനോ എന്ന് പറഞ്ഞാൽ അളവാണ്, അളവിനനുസരിച്ച് മിഠായികൾ വെച്ചിട്ടുണ്ട്. सुना है रात को जिन्नात आकर खरीद ले जाते हैं. കേട്ടിട്ടുണ്ട് ഇവിടെ രാത്രിയായാൽ ജിന്നാത്ത് എന്ന് പറഞ്ഞാൽ ഭൂതപ്രേത ജിന്നുകളാണ്. മുസ്ലിം മതവിശ്വാസപ്രകാരം ജിന്ന് എന്ന് പറഞ്ഞാൽ ഭൂതപ്രേത എന്നാണ് അർത്ഥം. അപ്പം ജിന്നുകൾ വന്നിട്ട് ഇതൊക്കെ വാങ്ങും രാത്രിയായാൽ എന്നാണ് പറയുന്നത്. അവർ സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുകയാണ്. दोस्त लोग अपने बीच में जिन्न के संबंध में बातें करते हैं. अब्बा कहते थे कि आधी रात को एक आदमी हर दुकान पर जाता है और जितना माल बचा होता है वो तुलवा लेता है. यहाँ मोहसिन बता रहे हैं. वो बता रहे हैं कि उनके अब्बा पिताजी कहते थे कि आधी रात को, ഇവിടെ മൊഹസിനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ പറയുകയാണ്, ഇവിടെ രാത്രിയായാൽ അവൻ്റെ അബ്ബ പറഞ്ഞിട്ടുണ്ട്, അർദ്ധരാത്രിയിൽ ഇവിടെ ഒരു മനുഷ്യൻ വരികയും എന്നിട്ട് ഓരോ കടയിലേക്ക് പോവുകയും
എത്രയൊക്കെ സാധനങ്ങൾ ബാക്കിയുണ്ടോ അത് തൂക്കിയെടുത്ത് തുൽവാലെത്താഹ എന്ന് പറഞ്ഞാൽ തൂക്കിയെടുക്കുക. മാൽ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ. എത്ര സാധനങ്ങൾ ബാക്കിയുണ്ടോ വ തുൽവാലെത്താഹ അത് തൂക്കിയെടുത്ത് ഓർ സച്മുച്ച് കെ റുപ്യ ദേത്താ ഹെ. ബിൽക്കുൽ ऐसे ही റുപ്യ. അർദ്ധരാത്രിയിൽ ഇവിടെ ജിന്നുകൾ ഇറങ്ങാറുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ അബ്ബ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഓരോ കടകളിലും ചെന്നിട്ട് ഒരു മനുഷ്യൻ ചെന്നിട്ട് ആ സാധനങ്ങൾ എത്രത്തോളം സാധനങ്ങൾ ബാക്കിയുണ്ട് ആ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. ശരിക്കത്തെ പൈസ സച്മുച്ച് കെ റുപ്യ എന്ന് പറഞ്ഞാൽ സാധാരണ പൈസ തന്നെ കൊടുത്തിട്ടാണ് വാങ്ങിക്കാറ്. ഹാമിദ് കോ യക്കീൻ നഹായ. ഇത് കേട്ടിട്ട് ഹാമിദിന് വിശ്വസിക്കാൻ സാധിച്ചില്ല. ऐसे रुपये ജിന്നാത്ത് കോ കഹാ സെ മിൽ ജായെങ്കെ. അവൻ ചോദിക്കുകയാണ്, ഇപ്രകാരമുള്ള പൈസ, ശരിക്കത്തെ ഈ പൈസ ഈ ജിന്നുകൾക്ക് എവിടെ നിന്നാണ്, ഈ ഭൂതപ്രേതങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? മുഹസിനെ കഹ. അത് കേട്ട് മുഹസിൻ പറഞ്ഞു, ജിന്നാത്ത് കോ റുപ്യയ്ക്ക് ക്യാ കമി. ജിന്നുകളെ സംബന്ധിച്ച് റുപ്യൊന്നും പൈസയൊന്നും ഒരു പ്രശ്നമല്ല, അവരിൽ അതൊന്നും കുറവല്ല. ജിസ് ഖജാനോ മേ ചാഹെ ചലെ ജായേ. അവർ വിചാരിച്ചാൽ ഏത് ഖജനാവിൽ നിന്നും, ഖജനാവ് ഏത് ഖജനാവിൽ നിന്നും എത്ര വേണമെങ്കിലും പൈസ അവർക്ക് എടുത്തു പോകാം. ലോഹയ്ക്ക് ദർവാസെ തക് ഉനെ നഹി റോക് സക്തി ജനാബ്. അവൻ പറയാണ്, മോഹസിൻ അഹമ്മദിനോട് പറയാണ്, ഈ ജിന്നുകളെ സംബന്ധിച്ച് ലോഹ എന്ന് പറഞ്ഞാൽ ഇരുമ്പാണ്. ഇരുമ്പിൻ്റെ ഡോർ പിടിപ്പിച്ചു കഴിഞ്ഞാലും അതൊന്നും അവരെ തടയില്ല. അവർക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് എത്ര പൈസ വേണമെങ്കിലും എടുക്കാം. ഹാപ്പേ കിസ് ഫേർമേ. നിങ്ങളൊക്കെ എന്ത് ഭ്രമത്തിലാണ് ജീവിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഫെയർ എന്ന് പറഞ്ഞാൽ ഭ്രമം, എന്താ ഡൗട്ട് അല്ലെങ്കിൽ ഭ്രമം എന്നാണ് അർത്ഥം ഫെയർ. हीरे जवाहरात तक उनके पास रहते हैं, जिससे खुश हो गए उसे टोकरों ജവാഹറാത്ത് ദേ ദിയെ. എന്നിട്ട് പറയാണ്, മോഹസിൻ പറയാണ്, അവരെ സംബന്ധിച്ച് ഹീറെ എന്ന് പറഞ്ഞാൽ ഡയമണ്ടാണ്, ജവാഹറാത്ത് എന്ന് പറഞ്ഞാൽ ഗോൾഡാണ്. ഡയമണ്ടും ഗോൾഡും അവരുടെ കയ്യിലുണ്ടാകും. ഉനക്കെ പാസ് രഹത്തെ ഹെ. ജിസസെ ഖുഷ് ഹോ ഗയെ. ആരാലാണോ അവർ സന്തോഷിക്കുന്നത്, ആര് കാരണമാണോ അവർ സന്തോഷിക്കുന്നത്, അവർക്ക് ഉസെ ടോക്രോ ജവഹാർ ദേ ദിയെ. അവർക്ക് കൊട്ട നിറച്ച്, ടോക്രോ എന്ന് പറഞ്ഞാൽ കൊട്ട നിറച്ച്, ജവാഹറാത്ത് എന്ന് പറഞ്ഞാൽ ഗോൾഡ് അവർ കൊടുക്കും, ജിന്നുകൾ കൊടുക്കും. ജിന്നുകൾ സന്തുഷ്ടരായാൽ, ആരാലാണോ സന്തുഷ്ടനാവുന്നത് അവർക്ക് കൊട്ട നിറച്ചും ഗോൾഡ് കൊടുക്കും. ഇതൊക്കെ അവൻ്റെ അബ്ബ പറഞ്ഞിട്ടുള്ള അറിവാണ്. അബി യഹി ബേട്ടെ ഹെ, 5 മിനിറ്റ് മേ കഹോ കൽക്കത്ത പहुंच जाए. ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ അവർ കൽക്കത്തയിലെത്തും. അതാണ് ജിന്നുകൾ. ഇരിക്കുന്നിടത്തുണ്ടാവില്ല, പെട്ടെന്നായിരിക്കും 5 മിനിറ്റിനുള്ളിൽ തന്നെ കൊൽക്കത്തയിലും എത്തും. അതാണ് ജിന്നുകൾ. ഹാമിദിനെ ഫിർ പൂച്ച. ഹാമിദ് വീണ്ടും ചോദിച്ചു, ജിന്നാത്ത് ബഹുത് ബഡേ ബഡേ ഹോത്തേ ഹോങ്കെ. ഈ ജിന്നുകളെന്ന് പറയുന്നത് ഭയങ്കര വലുതാണോ? വലുതായിരിക്കും അല്ലേ? मोहसिन एक एक आसमान के बराबर होता है जी. ज़मीन पर खड़ा हो जाए तो उसका सिर आसमान से जा लगे, मगर चाहे तो एक ലോട്ടെ में घुस जाए. മോഹസിൻ അവൻ്റെ ചോദ്യത്തിന് മറുപടി കൊടുത്തു. ജിന്നുകൾ ആകാശത്തോളം വലിപ്പമുണ്ട്. ജമീൻ പർ കടാ ഹോ ജായത്തോ, ഭൂമിയിൽ നിൽക്കുകയാണെങ്കിൽ അവരുടെ തല സിർ ആസ്മാൻ സെ ജാലകെ, ആകാശത്ത് പോയിട്ട് തട്ടും. മഗർ ചാഹത്തോ ഏക്ക് ലോട്ടെ മേ ഘുസ് ജായേ. അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ചെറിയ കപ്പിൽ പോലും അവർക്ക് കയറാൻ സാധിക്കും. ചെറുതാകാനും സാധിക്കും, വലുതാകാനും സാധിക്കും. ഹാമിദ് ലോഗോനെ ഖുഷ് കർത്തെ ഹോंगे, കോയി മുझे वो मंत्र बता दे तो एक जिन्न को ഖുഷ് കർ ലൂം. ഹമീദ് പറയാണ്, ജനങ്ങൾ അവരെ സന്തോഷിപ്പിക്കാറുണ്ടാകും അല്ലേ? കോയി മുझे वो मंत्र बता दे तो एक जिन्न को ഖുഷ് കർ ലൂം. ആരെങ്കിലും എനിക്ക് ഒരു മന്ത്രം പറഞ്ഞു തരൂ. മന്ത്രം എന്ന് പറഞ്ഞാൽ മന്ത്രം.
തോ എക് ജിന്നു കോ കുഷ് കർ ലോ. എന്തിനാണ് മന്ത്രം പറഞ്ഞു കൊടുക്കാൻ പറയുന്നത്? അവന് ഏതെങ്കിലും ജിന്നിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. मोहसिन, अब ये तो मैं नहीं जानता, लेकिन चौधरी साहब के काबू में बहुत से जिन्नात हैं. मोहसिन പറയാണ്, മന്ത്രത്തെ പറ്റിയൊന്നും എനിക്കറിയില്ല. അപ്പോൾ യഹ് തോ മേ നഹീ ജാൻത ലേക്കിൻ ചൗധരി സാബ് കെ കാബു മേ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കഥാപാത്രമാണ് ചൗധരി സാബ്. ചൗധരീൻ്റെ അടുത്താണ് പലരുടെയും അച്ഛൻ രക്ഷിതാക്കൾ പോയിട്ട് പൈസ വാങ്ങി ഈദ്ഗാഹിന് വേണ്ടിയിട്ട്, പെരുന്നാളിന് വേണ്ടിയിട്ട് ആഘോഷിക്കാറ്, കടം വാങ്ങാൻ പോകാറ് അവരുടെ അടുത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ, കാബൂമേ എന്ന് പറഞ്ഞാൽ നിയന്ത്രണത്തിൽ, ചൗധരി സാബിൻ്റെ നിയന്ത്രണത്തിൽ ബഹുത് സെ ജിന്നാത്ത്, ഒരുപാട് ജിന്നുകളുണ്ട് എന്നാണ് പറയുന്നത്. കോയി ചീസ് ചോരി ചലി ജായേ ചൗധരി സാബ് ഉസ്കാ പത്താ ലഗാ ദേങ്കെ ഓർ ചോർ കാ നാം ഭി ബത്താ ദേങ്കെ. ഏതെങ്കിലും സാധനം മോഷ്ടിക്കപ്പെടുകയാണെങ്കിൽ ചൗധരി സാബ് അതിനെ അന്വേഷിച്ച് കണ്ടെത്തുകയും കള്ളൻ്റെ പേര് വരെ പറയും എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ചൗധരി സാബിൻ്റെ കയ്യിൽ ഒരുപാട് ജിന്നുകളുണ്ട്. ആ ജിന്നുകൾ അദ്ദേഹത്തെ സഹായിക്കാറുണ്ട്. എന്തെങ്കിലും സാധനം നഷ്ടപ്പെട്ടാൽ അതാരാണ് എടുത്തതെന്നും ഒക്കെ അവരുടെ പേര് വരെ ജിന്നുകൾ ഈ ചൗധരി സാബിന് പറഞ്ഞു കൊടുക്കാറുണ്ട്. ജുമറാത്തി കാ ബച്വ ഉസ് ദിൻ കോ ഗയാ താ. അതിനൊരു ഉദാഹരണമാണ് ഇവിടെ പറയുന്നത്. ജുമറാത്തി എന്ന് പറയുന്നവരുടെ ബച്വ എന്ന് പറഞ്ഞാൽ പശുക്കിടാവാണ്. പശുക്കിടാവ് ഒരു ദിവസം അവർക്ക് നഷ്ടപ്പെട്ടു. 30 ദിൻ ഹൈറാൻ ഹുവേ കഹി നാ മില. 30 ദിവസത്തോളം അവർ ആശ്ചര്യപ്പെട്ടു, എവിടെയും കണ്ടില്ല. കഹി നാ മില. തബ് ജക്ക് മാർക്കർ ചൗധരി കെ പാസ് ഗയെ. ഈ ജുമറാത്തി എന്ന് പറയുന്ന അവർ നേരെ പോയി ആരുടെ അടുത്ത്? ചൗധരി സാബിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് ജഗ് മാർന എന്ന് പറഞ്ഞാൽ നിലവിളിച്ചുകൊണ്ട് അവരുടെ അടുത്ത് പോയി. ചൗധരീനെ തുറന്ന് ബത്താ ദിയാ കി മവേഷി ഖാനെ മേ ഹേ ഒരു വഹി മില. ചൗധരി സാബ് പെട്ടെന്ന് തന്നെ അവരോട് പറഞ്ഞു കൊടുത്തു, മവേഷി ഖാനെ മേ ഹേ, നിങ്ങളുടെ പശുക്കിടാവ് മവേഷി ഖാനെ എന്ന് പറഞ്ഞാൽ കന്നുകാലി തൊഴുത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. അവിടെ പോയപ്പോൾ അവർക്ക് പശുക്കിടാവിനെ ലഭിക്കുകയും ചെയ്തു. മവേഷി ഖാനെ എന്ന് പറഞ്ഞാൽ കന്നുകാലി തൊഴുത്ത്. ജിന്നാത്ത് ആക്കർ ഉനെ സാരെ ജഹാൻ കി ഖബറേൻ ദേ ജാത്തെ ഹെ. ജിന്നുകൾ വന്നിട്ട് അദ്ദേഹത്തിന് ഈ വേൾഡിലെ എല്ലാ വാർത്തകളും, ഖബറേ, എല്ലാ ന്യൂസും കൊടുത്തിട്ട് പോകാറുണ്ട്. अब उनकी समझ में आ गया कि चौधरी के पास क्यों इतना धन है और क्यों उनका इतना सम्मान है. നമ്മുടെ മുഖ്യ കഥാപാത്രമായ ഹാമിദിന് ഇപ്പോൾ മനസ്സിലായി ചൗധരി സാബിൻ്റെ അടുത്ത് ഇത്രയ്ക്കും ധനം, ഇത്രയ്ക്കും പൈസ എങ്ങനെ വന്നു, അതുപോലെ ഇത്രയും റെസ്പെക്റ്റ് അദ്ദേഹം എങ്ങനെ നേടിയെടുത്തു എന്ന് അവന് മനസ്സിലായി. സമ്മാൻ എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ്. ആകെ ചലേ. അങ്ങനെ അവർ ഈദ്ഗാഹിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ ഗ്രാമത്തിലൂടെ നടക്കുകയും ഓടുകയും മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുകയും മറ്റുള്ളവരെ കാത്തു നിൽക്കുകയും അതിനിടയിൽ നഗരത്തിൽ എത്തുകയും മാവിന് കല്ലെറിയുകയും അങ്ങനെ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഹൽവ ബേക്കറിയിലെത്തുകയും ഒരുപാട് മിഠായി കാണുകയും ജിന്നുകളെപ്പറ്റി സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോയി അവർ പോലീസ് ലൈൻ്റെ അടുത്ത് വരെ എത്തി. यह पुलिस लाइन है, यही सब കോൺസ്റ്റബിൾ കവായത്ത് करते हैं. ഇത് പോലീസിൻ്റെ ഏരിയയാണ്. ഇവിടെയാണ് കോൺസ്റ്റബിൾമാരൊക്കെ വ്യായാമം അല്ലെങ്കിൽ പരേഡ് നടത്തുന്നത്. കവായത്ത് എന്ന് പറഞ്ഞാൽ വ്യായാമം അല്ലെങ്കിൽ പരേഡ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവിടെയാണ് അവർ വ്യായാമവും പരേഡൊക്കെ നടത്തുന്നത്. റട്ടൻ ഫൈഖോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ വ്യായാമം നടത്തുന്നത്. രാത് കോ ബേച്ചാരെ ഘൂം ഘൂം കർ പഹരാ ദേത്തെ.
രാത്രിയായാൽ പാവങ്ങൾ ബേച്ചാരെ ഈ പാവങ്ങൾ കാവൽ പഹരാ ദേത്തെ ഹെ, നമുക്ക് കാവൽ നിൽക്കും, ചുറ്റിക്കറങ്ങി കാവൽ നിൽക്കും. നഹി ചോരിയാൻ ഹോ ജായ്, എന്തിനാണ് അവർ കാവൽ നിൽക്കുന്നത്? മോഷണം നടക്കാതിരിക്കാൻ. ചോരിയാൻ ന ഹോ ജായ്. മുഹസിനെ പ്രതിവാദ് കിയ, അത് കേട്ടപ്പോൾ മുഹസിൻ എതിർത്ത് ചോദിക്കുകയാണ്, ഈ കോൺസ്റ്റബിൾ പഹരാ ദേത്തെ ഹെ, ഈ കോൺസ്റ്റബിൾമാർ കാവൽ നിൽക്കുകയോ? തബി തും ബഹുത് ജാൻതെ ഹോ, അപ്പോൾ നിനക്ക് കൂടുതൽ അറിയാമല്ലേ? ഹാജി ഹജ്രത്ത് यही चोरी कराते हैं, शहर के जितने चोर डाकू हैं सब इनसे मिले रहते हैं. അതെ, എനിക്കറിയാം. യഹി ചോരി കർത്തെ ഹെ കരാത്തെ ഹെ, ഇവരാണ്, ഈ കോൺസ്റ്റബിൾമാരാണ് മോഷണമൊക്കെ നടത്തുന്നത്. ഷഹർ കെ ജിത്നെ ചോർ ഡാക്കു ഹെ സബ് ഇൻസെ മിലേ രഹത്തെ ഹെ, നഗരത്തിൽ എത്രത്തോളം കള്ളന്മാരും കൊള്ളക്കാരും ഉണ്ടോ, ഡാക്കു എന്ന് പറഞ്ഞാൽ കൊള്ളക്കാർ, എല്ലാവരും ഇവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്, ഈ പോലീസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. रात को ये लोग चोरों से कहते हैं चोरी करो और आप दूसरे मोहल्ले में जाकर जागते रहो. ഇവർ തന്നെയാണ് കള്ളന്മാരോട് പറഞ്ഞു കൊടുക്കുന്നത് പോയിട്ട് മോഷ്ടിക്കാൻ. और आप दूसरे मोहल्ले में जाकर जागते रहो, എന്നിട്ട് മറ്റു തെരുവിൽ പോയിട്ട് ഉണർന്നിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതും ഇവർ തന്നെയാണ്. पुकारते हैं. जब भी इन लोगों के पास इतने रुपये आते हैं, അങ്ങനെയാണ് ഇവരുടെ കയ്യിൽ ഇത്രയ്ക്കും പൈസ എത്തുന്നത്, പോലീസുകാരുടെ കയ്യിൽ. കള്ളന്മാരോ ഒക്കെ സപ്പോർട്ട് ഇവർക്കുണ്ട്. मेरे मामू एक थाने में कांस्टेबल हैं. നമ്മുടെ സുഹൃത്തുക്കളിൽ ഒരാളുടെ, അതായത് നമ്മുടെ മുഹസിൻ്റെ മാമു ഒരു കോൺസ്റ്റബിളാണ്, പോലീസ് കോൺസ്റ്റബിളാണ്. 20 रुपये മഹീന പാത്തെ ഹെ, 20 പൈസയോളം ഒരു മാസം സമ്പാദിക്കാറുണ്ട്, 20 രൂപയോളം. ലേക്കിൻ 50 रुपये ഘർ ഭേജ്തെ ഹെ, പക്ഷേ 20ൻ്റെ ഇരട്ടി 50, 50 രൂപയോളം വീട്ടിലേക്ക് അയച്ചു കൊടുക്കും. അള്ളാഹ് കസം, ഈശ്വരനാണേ സത്യം. അതായത് പോലീസുകാർ തന്നെയാണ് എല്ലാം ചെയ്യിപ്പിക്കുന്നതും, നിയമം പാലിക്കേണ്ടവരാണ് നിയമം തെറ്റിക്കുന്നതും. അങ്ങനെ ഇപ്രകാരമുള്ള സംഭാഷണങ്ങളാണ് നമ്മുടെ ഹാമിദും കൂട്ടുകാരും തമ്മിൽ സംസാരിക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. आज हमने यही पढ़ा कि हामिद और उनके दोस्त हलवाइयों की दुकानों पर पहुंचते हैं और जिन्न के संबंध में बातें करते हैं, चौधरी साहब के संबंध में बातें करते हैं. उनके पास बहुत जिन्नात हैं, मोहसिन कहते हैं. उसके बाद पुलिस लाइन पर पहुंचते हैं और पुलिस के संबंध में, पुलिस और चोर के संबंध में बातें करते हैं. जो नियम का पालन करते हैं वही नियम तोड़ते हैं. इतना ही हम आज पढ़ा है. धन्यवाद.